ആശയാൽ നാളുകൾ കഴിച്ചിടും ഞാൻ ഈ മരുവിൽ, നാളുകൾ കഴിച്ചിടും ഞാൻ ഈ മരുവിൽ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തു പോയി, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചപ്പോൾ നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. കർത്താവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന യഹൂദന്മാർ ദൈവരാജ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാത്ത പ്രാർത്ഥനയെ പ്രാർത്ഥനയായി കണ്ടിരുന്നില്ല. എല്ലാ പ്രാർത്ഥനകളിലും ദൈവരാജ്യത്തെക്കുറിച്ച് പരാമർശിക്കണം എന്ന് അവർ നിർബന്ധിച്ചിരുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥന നാം ചൊല്ലുമ്പോൾ ദൈവരാജ്യം വരണമേ എന്നുള്ള ആഗ്രഹവും ദൈവരാജ്യം വരും എന്നുള്ള പ്രത്യാശയുമാണ് പ്രഖ്യാപിക്കുന്നത്. ചില സ്വഭാവവിഭാഗങ്ങൾക്ക് ഈ നിശ്ചയവും പ്രത്യാശയില്ലാത്തതുകൊണ്ടായിരിക്കാം അവർ കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലാറില്ല. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയോടുകൂടി ദൈവരാജ്യത്തിൻ്റെ ആരംഭം കുറിച്ചു. മത്തായി 12:28 കർത്താവ് പറയുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. അതായത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയോടുകൂടി ഭൂമിയിൽ ദൈവഭരണത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നു എന്ന് സാരം. സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ നിയമിച്ചു തരണം എന്ന് ഇസ്രായേൽ പറയുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ പ്രതികരണം, ഞാനവരെ ഭരിക്കാതെ വണ്ണം അവർ എന്നെ ത്യജിച്ചിരിക്കുന്നു. 1 ശമൂവേൽ 8:7 വാക്യം. ഈ ഒരു സാഹചര്യത്തിലാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ കൂടി ദൈവരാജ്യത്തിന് ആരംഭം കുറിച്ചത്. മത്തായി 12:22 മുതലുള്ള വാക്യങ്ങളിൽ കുരുടനും ഊമനുമായ ഭൂതഗ്രസ്തനിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കിക്കൊണ്ട് കർത്താവ് വെളിപ്പെടുത്തുന്നത്, ഇനി ഇവനെ ഭരിക്കുന്നത് ഭൂതങ്ങൾ അല്ല, ഇവനിൽ ദൈവഭരണത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു. കാൽവറിയിലെ മരണത്തിൽ കൂടി സാത്താൻ്റെ ബന്ധനശക്തികൾ തകർക്കപ്പെടുകയും ദൈവരാജ്യം വളരുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. നാം ഓരോരുത്തരും മനസ്സാന്തരപ്പെടുമ്പോൾ സംഭവിക്കുന്നത് ദൈവരാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയുടെ രണ്ടാമത്തെ ഭാഗം ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണം ഭാവിയിൽ സംഭവിക്കും എന്നതാണ്. നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭൂമിയിൽ ആരംഭം കുറിച്ച ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണം ഭാവിയിൽ സംഭവിക്കും എന്ന പ്രത്യാശയാണ് പങ്കുവയ്ക്കുന്നത്. മത്തായി 8:11 അനേകർ വന്ന അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണം ഭാവിയിൽ നടക്കേണ്ട ഒന്നാണ് എന്ന ചിന്ത നൽകുന്നത്. ഈ ആശയമാണ് വെളിപ്പാട് 7:9 സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്ന മഹാപുരുഷാരം നൽകുന്നത്. ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുമ്പോൾ അവരോടൊപ്പം നാം കാണപ്പെടുമോ? നാം ദൈവരാജ്യത്തിൽ കാണപ്പെടണമെങ്കിൽ 2 സംഗതികൾ ചെയ്യണം. ഒന്ന്, സബ്മിഷൻ ടു ഗോഡ്സ് വിൽ, കർത്താവിൻ്റെ ഹിതത്തിന് നമ്മെ തന്നെ കീഴ്പ്പെടുത്തണം. ലൂക്കോസ് 17:20-21 കർത്താവ് പറയുന്നത്, ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നാണ്. നമ്മുടെ ഇടയിൽ തന്നെയുള്ള ദൈവരാജ്യത്തിൽ അംഗമാകുവാൻ ദൈവ ഇഷ്ടം ചെയ്യണം. ദൈവ ഇഷ്ടം ചെയ്യുന്നവർ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നുവെന്ന കർത്താവ് പറയുന്നത് മത്തായി 12:50 വാക്യം. മത്തായി 7:21 പറയുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്. എപ്പോഴും ദൈവമേ ദൈവമേ എന്ന് വിളിച്ചതുകൊണ്ട് കാര്യമില്ല. ദൈവരാജ്യം അവകാശമാക്കുവാൻ ദൈവ ഇഷ്ടം ചെയ്യണം. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിരിക്കണം, ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കണം. മീഖ 6:8. ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. നാം ദൈവ ഇഷ്ടത്തിന് കീഴ്പ്പെട്ടവരോ? 2, കമ്മിറ്റ്മെൻറ്റ് ടു ഗോഡ്, ദൈവത്തിനായി സമർപ്പിക്കണം. ദൈവരാജ്യം എല്ലാവർക്കും വലുതാണ്. എന്നാൽ അത് ലഭിക്കുന്നത് മാനസാന്തരപ്പെട്ട് ദൈവത്തിനായി സമർപ്പിക്കുന്നവർക്കാണ്.
ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് യോശുവ പറയുമ്പോൾ ജനത്തിൻ്റെ മറുപടി ഞങ്ങളും യഹോവയെ തന്നെ സേവിക്കും എന്നായിരുന്നു. യോശുവ 24:21. ഈ മറുപടി ദൈവത്തിനായുള്ള അവളുടെ സമർപ്പണമായിരുന്നു. കർത്താവിന് പൂർണ്ണമായി സമർപ്പിക്കുന്നവർക്ക് മാത്രമാണ് ദൈവരാജ്യം ലഭിക്കുന്നത്. ദൈവത്തിന് സമർപ്പിച്ചു കഴിയുമ്പോൾ പഴയ സ്വഭാവം നമ്മിൽ നിന്ന് പൂർണ്ണമായി മാറ്റപ്പെടുകയും നാം പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്യും. പൗലോസ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഈ പുതിയ അനുഭവത്തിന് മാനസാന്തരം എന്നാണ് പറയുന്നത്. നാം മാനസാന്തരപ്പെടണം. എന്തുകൊണ്ടെന്നാൽ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മർക്കോസ് 1:15. അതെ, ഇനി കാലം അധികമില്ല, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുന്നവർക്ക് മാത്രമുള്ള അവകാശമാണ് ദൈവരാജ്യം. കർത്താവേ, നിന്റെ ഇഷ്ടം ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ അവകാശിയാകുവാൻ മാനസാന്തര അനുഭവം എനിക്കും തരണമേ. ആമേൻ. മാറാജലം ഞാൻ കുടിച്ചിടിലും, മാറാജലം ഞാൻ കുടിച്ചിടിലും, കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും, കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും, മാധുര്യമേറിടുന്ന നിൻ വചനം, മാധുര്യമേറിടുന്ന നിൻ വചനം, എന്നാവിനവ അതിമധുരം തന്നെ, എന്നാവിനവ അതിമധുരം തന്നെ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തുപോയി, എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു.